കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കഴിഞ്ഞു, നട തുറന്നു. അപ്പോൾ നമുക്ക് ആ ഗുരുവായൂരപ്പൻ്റെ ചതുർബാഹുവായ വിഗ്രഹത്തിൽ ഏത് രൂപത്തിലാണ് ഭഗവാൻ ഭക്തരെ കാത്തിരിക്കുന്നത് നോക്കാനായിട്ട് നമുക്ക് പോവാം. ആദ്യം തന്നെ കിഴക്കേ നടയിൽ വന്നിട്ട് ആ മഞ്ജുളാലിൻ്റെ അവിടെ വന്ന് മഞ്ജുള വാരസ്യാരെയൊക്കെ ഒന്ന് സ്മരിച്ച് ആ മഞ്ജുളാലിനെ ഒന്ന് പ്രദക്ഷിണമായിട്ട് നമുക്ക് അവിടെ നിന്ന് ഇങ്ങനെ പോരാം. അങ്ങനെ പോരുമ്പോൾ അത്തിമര ഗണപതിനെ ഒന്ന് കാണാനായിട്ട് പോവാം. അത്തിമര ഗണപതിയുടെ അവിടെ വരുമ്പോൾ തിരക്കൊന്നുമില്ല, വളരെ സുന്ദരമായിട്ട് സുഖകരമായ ദർശനം എന്ന് പറഞ്ഞില്ലേ, അങ്ങനെ നന്നായിട്ട് തൊഴാം. അങ്ങനെ അവിടെയൊക്കെ തൊഴുത് നമ്മൾ നേരെ വന്ന് ആ ഗോപുരവാതിൽ കടന്ന് അകത്തേക്ക് വരുമ്പോൾ ആ ബലിക്കല്ല്, വലിയ ബലിക്കല്ല് കാണാം. അത് കഴിഞ്ഞാൽ മുകളിലേക്ക് നോക്കിയാൽ ഗണേശൻ, നമ്മുടെ കേശവൻ്റെ 2 കൊമ്പുകൾ കാണാം. അതിന് നടുക്കായിട്ട് മഹാലക്ഷ്മി ദേവീനെ കാണാം. അതൊക്കെ തൊഴുത് നമ്മൾ വാതിൽപ്പടി കയറുമ്പോൾ ഇടതേ ഭാഗത്തേക്ക് നോക്കിയിട്ട് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ആ ഒരു നാരായണീയം രചിച്ച മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാടിൻ്റെ ആ ഒരു പീഠാണ്. ആ കിടാവൾക്കും കാണാം. അങ്ങനെ അതും കണ്ട് വലത്തെ സൈഡിലുള്ള ആദ്യത്തെ തൂണ് നോക്കിയിട്ട് നരസിംഹാവതാരം കാണിച്ചു കൊടുത്ത തൂണ് നോക്കിയിട്ട് അങ്ങനെ വരാം. അങ്ങനെ വന്ന് നമ്മൾ നേരെ ഭഗവാന്റെ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ കാണാൻ പറ്റുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ ആ നെയ്വിളക്കിൻ്റെ പ്രഭയിലിങ്ങനെ നല്ല മിന്നി കാണാൻ പറ്റുന്നുണ്ട്. കാലുകളിങ്ങനെ പിണച്ചു വെച്ചിട്ടുണ്ട്, കാൽത്തളകൾ കാണാനുണ്ട് അവിടെ. അങ്ങനെ മുകളിലേക്ക് നോക്കുമ്പോൾ പട്ടുകോണ കൊടുത്തിട്ടുണ്ട്, പിന്നെ അരമണി ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട്, അരമണി കിങ്ങിണി. അപ്പോൾ ആ കിങ്ങിണിയുടെ മുകളിലിങ്ങനെ ഞാണ് പോലെ കിടക്കുക. ഏകദേശം എല്ലാ ഭാഗത്തും കാലിൻ്റെ തുട വരെയൊക്കെ ഉണ്ട്. ഓരോ ഭാഗത്തും ഇങ്ങനെ പട്ട് കൊണ്ടിങ്ങനെ ഞാണായിട്ട് അങ്ങനെ ഞാന്ന് കിടക്കുക. എന്തായാലും പറയാം, നൂല് പോലെ ഇങ്ങനെ കിടക്കുക എന്ന് പറഞ്ഞില്ലേ, അതേമാതിരി. പിന്നെ നല്ല രസമായിട്ട് ആ കുഞ്ഞു കുമ്പൊക്കെ നല്ല വീർത്തിട്ടുണ്ട്, നല്ല ആ ഒരു ഇതൊക്കെ കാണാണ്ട്. പിന്നെ മുകളിലേക്ക് ഇങ്ങനെ നോക്കി വരുമ്പോൾ ആ കഴുത്തിലൊരു വളയം പോലത്തെ മാല കാണാണ്ട്, ഒരു പതക്കം പോലത്തെ മാല കാണാണ്ട്, അതേപോലത്തെ ഒരു കാശുമാല, വലിയ കാശുമാല പോലത്തെ മാല കാണാണ്ട്. ധാരാളം സ്വർണത്തിൻ്റെ ആഭരണങ്ങളൊന്ന് നന്നായിട്ട് ധരിച്ചിട്ടുണ്ട്. വളരെ സുന്ദരനായിട്ടാണ് ഇരിക്കുന്നത്. അങ്ങനെ കാല് പിണച്ച് വെച്ചിട്ട് നിൽക്കുന്ന ആളെ നോക്കുമ്പോൾ കൈവളകൾ കാണാണ്ട്, തോൾവളകൾ കാണാണ്ട്. അതൊക്കെ ഇങ്ങനെ പട്ടുകൊണ്ട് തന്നെ, ആ കസവ് കൊണ്ട്, പട്ടിൻ്റെ കസവ് കൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. കൈവളകളിൽ നോക്കുമ്പോൾ ഇടത്തെ കയ്യിൽ ഗോവർദ്ധനധാരിയാണ് കേട്ടോ. ഇടത്തെ കയ്യിൽ ഗോവർദ്ധനത്തെ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്, വലത്തെ കയ്യിൽ നെഞ്ഞോട് ചേർത്തിട്ട് ഇങ്ങനെ ഓടക്കുഴൽ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഓടക്കുഴൽ വിളിക്കണില്ല കേട്ടോ, ഓടക്കുഴൽ വിളിച്ച് നിൽക്കുകയല്ല, ഓടക്കുഴൽ ഇങ്ങനെ പിടിച്ച് ഓടക്കുഴൽ ധരിച്ച് നിൽക്കുന്ന ഉണ്ണിക്കണ്ണനാണ് ഗോവർദ്ധനധാരിയായിട്ട്. അത് ആ ഗോവർദ്ധന പർവ്വതത്തെ ഇങ്ങനെ വളരെ രസമായിട്ടാണ് കാണാനുള്ളത്. കാരണം എന്താ വെച്ചാൽ തുളസിപ്പൂക്കളുടെ ആ തലപ്പൊക്കെ ഇങ്ങനെ വെച്ചിട്ട് അപ്പോൾ മരങ്ങൾ നിൽക്കുകയാണ്, വലിയ മരങ്ങൾ നിൽക്കുകയാണ് എന്നാണ് തോന്നുന്നത്. അങ്ങനെ നല്ല കാഴ്ച. മഞ്ഞ കളർ ഇങ്ങനെ കൊടുത്തിട്ട് അങ്ങനെ അടിയിൽ പച്ചപ്പ് ഇങ്ങനെ കൊടുത്ത് നല്ല രസമായിട്ടുള്ള ആ ഒരു കാഴ്ച. അതിങ്ങനെ ഒരു കൈ വിരലുകൊണ്ട് ഇങ്ങനെ പിടിച്ച് നിൽക്കുകയാണ്. പിടിച്ച് നിൽക്കുമ്പോൾ എന്താ പറയണമെന്ന് വെച്ചാൽ, നിങ്ങളാരും പേടിക്കേണ്ട, എത്ര വലിയ മഴ വന്നാലും വേണ്ടില്ല, എന്ത് ബുദ്ധിമുട്ട് വന്നാലും വേണ്ടില്ല, ഞാൻ നിങ്ങളുടെ സുരക്ഷയ്ക്കായിട്ടുണ്ടാവും എന്നാണ് നമ്മളോട് പറയുന്നത്. അങ്ങനെയുള്ള ആ ഒരു കാഴ്ചയാണ്. അങ്ങനെ നോക്കി വരുമ്പോൾ തലയിൽ അതാ കിരീടം, പൊന്നിൻ്റെ കിരീടം വെച്ചിട്ടുണ്ട്. ആ കിരീടത്തിൻ്റെ മുകളിൽ തിരുമുടിമാലകൾ കെട്ടിയിട്ടുണ്ട് 2 എണ്ണം. തെച്ചിയും വെളുത്ത പൂവും തുളസിയായിട്ടുള്ള അങ്ങനത്തെ 3 എണ്ണം 2 എണ്ണം ഉണ്ട്, കലർന്നിട്ട് തന്നെ. അതുപോലെ തന്നെ വലിയൊരു ഉണ്ടമാലകളുണ്ട്. ഉണ്ടമാല എന്ന് പറഞ്ഞാൽ തെച്ചിയും തുളസിയും തന്നെയാണ് കാര്യമായിട്ട്. പിന്നെ വെളുത്ത പൂവുണ്ട്, ഇടകലർന്ന് നന്നായിട്ട് ഇങ്ങനെ ഉള്ളത്, അങ്ങനെ നീണ്ട് കിടക്കുന്നുണ്ട്. പിന്നെ ആ ഒരു പുഞ്ചിരിച്ച മുഖത്തോട് കൂടിയിട്ടാണ്. കാരണം യാതൊരു പ്രശ്നമില്ല, ഇതൊക്കെ എനിക്ക് നിസ്സാരം, എനിക്ക് എന്ത് തന്നെ ആയാലും എല്ലാം നിസ്സാരമാണെന്ന് പറഞ്ഞിട്ടാണ് ആ പർവ്വതത്തെ അങ്ങനെ പിടിച്ച് നിൽക്കണത്. അപ്പോൾ ആരാണ് നമ്മളെ കാൽച്ചുവട്ടിലേക്ക് എത്തുന്നത്, അതായത് എൻ്റെ സുരക്ഷ ആർക്കൊക്കെ വേണ്ടിച്ച എല്ലാവരും ഈ പർവ്വതത്തിൻ്റെ താഴത്തേക്ക് വന്നോളൂ എന്നാണ് പറയുന്നത്. എന്നാലും ഞങ്ങളെ എല്ലാവരും സംരക്ഷിച്ചോളാന്ന്.
അപ്പോൾ അത് നല്ല ഒരു കാഴ്ചയായിട്ടാണ് കാണാനുള്ളത്. അപ്പോൾ നമുക്കെല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ ആ ഉണ്ണിക്കണ്ണൻ്റെ ആ ഗോവർദ്ധനഗിരിയുടെ താഴത്തേക്ക് ആ സുരക്ഷയിലേക്ക് നീങ്ങാം. എന്താ വെച്ചാൽ എന്ത് തന്നെ സംഭവിച്ചാലും അതെല്ലാം മാറ്റിമറിച്ച് ഒഴിവാക്കി തരും. അപ്പോൾ ആ കാൽപാദങ്ങളെ പിന്തുടർന്ന് നമുക്ക് ആ ഉണ്ണിക്കണ്ണൻ്റെ ആ ഗോവർദ്ധനധാരിയുടെ ആ അടുത്തേക്ക് നമുക്ക് എത്തിപ്പെടാം. നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ നന്നായിട്ട് പ്രാർത്ഥിച്ചോളൂ. നമ്മളിപ്പോൾ ആ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് അവിടെ നിന്ന് പ്രാർത്ഥിക്കുകയാണെന്ന് അങ്ങനെ വിചാരിക്കുക. അങ്ങനെ മനസ്സുകൊണ്ട് അവിടെ എത്തുക. അവിടെ എത്തുമ്പോൾ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം നമ്മളിലേക്ക് എത്തും. പിന്നീട് നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങിയിട്ട് ആ സോപാനപ്പടിയിൽ നിന്ന് ഇറങ്ങി ആദ്യം കാണുന്ന ബലിക്കല്ല് നോക്കിയിട്ട് അഗ്നികോണിലേക്ക് നോക്കി തൊഴുത് പിന്നീട് നേരെ തിടപ്പള്ളി നോക്കി തൊഴുക. പിന്നെ ഒന്ന് തിരിഞ്ഞ് നിന്നാൽ ആ ചുവരിൻ്റെ മുകളിലുള്ള ആലിലക്കണ്ണനെ കണ്ട് തൊഴാം. അതിന് ശേഷം നമ്മൾ നേരെ വന്ന് ആ സപ്തമാതാക്കളെ കണ്ട് തൊഴാം. പിന്നെ അതേപോലെ ഗണേശൻ്റെ അടുത്ത് വരാം. ഗണേശൻ്റെ അടുത്ത് വരുമ്പോൾ കുറച്ച് ആളുകളുണ്ട്, അവിടെ വന്നിട്ട് തൊഴാം. അവിടെ വന്ന് തൊഴുമ്പോൾ ഒന്നും പീലിയൊക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെ നന്നായിട്ട് അലങ്കാരമായിട്ട് വന്നിട്ടുണ്ട്. വളരെ നന്നായിട്ടുള്ള അലങ്കാരം തന്നെയാണ്. കൊമ്പും തുമ്പി കൈയൊക്കെ ആയിട്ട് ഇങ്ങനെ കളപം ചാർത്തിയിട്ട് ഇങ്ങനെ വെളുത്ത ആ ഒരു എന്താ പറയുക പാവുമുണ്ടൊക്കെ ഇങ്ങനെ എടുത്ത് നന്നായിട്ട് രസമായിട്ട് കാണാനുണ്ട്. അപ്പോൾ ഗണേശനെ കണ്ട് തൊഴുക. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതി അറയിലേക്ക് നോക്കുക. സരസ്വതി ദേവീനെ കണ്ട് പ്രാർത്ഥിക്കുക. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അങ്ങനെ കണ്ട് തൊഴുത് നേരെ നമ്മൾ അവിടുന്ന് ഇങ്ങനെ വരുമ്പോൾ കോർണറിലെത്തിയിട്ട് ചെറിയ ഗണപതിനെയും അതേപോലെ മത്സ്യം കൂർമ്മ വരാഹം നരസിംഹം വരെയുള്ള രൂപങ്ങൾ അവിടെയും. അത് കഴിഞ്ഞാൽ മേൽശാന്തിയിൽ അവിടുന്ന് അർച്ചന പ്രസാദം വാങ്ങാം. ഇന്നത്തെ ഉച്ചപൂജ ഉണ്ടായതുകൊണ്ട് മേൽശാന്തി തന്നെയാണ് കവപ്രമാരാത്ത അച്യുതൻ നമ്പൂതിരിപ്പാട്. അങ്ങനെ അവിടുന്ന് പ്രസാദമൊക്കെ വാങ്ങിയിട്ട് വാമനരൂപവും ഗജേന്ദ്രമോക്ഷത്തിൻ്റെ രൂപവും ഗരുഡാരൂഢനായിരിക്കുന്ന മഹാവിഷ്ണുവിനെയൊക്കെ കണ്ട് അനന്തപത്മനാഭസ്വാമിയുടെ അടുത്തേക്ക് എത്താം. അനന്തപത്മനാഭസ്വാമിയുടെ അടുത്ത് വന്നിട്ട് തൊഴുക. അവിടെ ഇതേപോലെ താമര കൊണ്ടുള്ള മാലകളുണ്ട്, ആ ചെണ്ടുമല്ലിയുടെ മാലകളുണ്ട്, നിറയെ തുളസിപ്പൂവ് ഇങ്ങനെ വിധാനമായിട്ടുണ്ട്, വെളുത്ത പൂവുണ്ട്. അപ്പോൾ അവിടെ വന്ന് തൊഴുത് നമ്മൾ ശ്രീകോവിലിൻ്റെ പുറകുവശത്തായിട്ട് വന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക. അതിനുശേഷം നമ്മൾ വീണ്ടും വരുമ്പോൾ ആ ദശാവതാര രൂപങ്ങളിലെ ബാക്കിയുള്ള രാമൻ 3 രാമന്മാരെയും കണ്ട് ബലരാമനും ശ്രീരാമനും ഭാർഗവരാമനെയൊക്കെ കണ്ട് അങ്ങനെ തൊഴുത് ഇങ്ങനെ വന്ന് പിന്നെ കണ്ണനെ കാണാം. കണ്ണൻ്റെ അവിടുത്തെ നോക്കുമ്പോൾ ഒരു തുളസിമാല ഉണ്ട്. പിന്നെ മുരുകനെ കണ്ട് തൊഴാം. മുരുകനെ കണ്ട് തൊഴുത് ആ മുരുകന് ധാരാളം ഭസ്മം കൊണ്ട് ഇങ്ങനെ അഭിഷേകം ചെയ്തിട്ടുണ്ട്. അങ്ങനെ അത് കണ്ട് തൊഴുത് അവിടുന്ന് വരുമ്പോൾ ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വരിക. ഹനുമാൻ സ്വാമീനെ കണ്ട് തൊഴുക. അപ്പോൾ അവിടെ നിന്ന് ചെറിയൊരു തുളസിമാലയുണ്ട്, പിന്നെ കുറച്ച് കുങ്കുമമുണ്ട്. അപ്പോൾ എല്ലാവരും ഹനുമാൻ സ്വാമീനെ പ്രാർത്ഥിച്ചോളൂ. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോ ഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം പാദാത്മജം വാനരയൂതമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്തം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. ഹനുമാൻ സ്വാമിയെ കണ്ടു പ്രാർത്ഥിച്ചു, തൊഴുതു. ആഞ്ജനേയൻ്റെ പിറവീനെ പറ്റിയിട്ടുള്ളൊരു കഥ ആദ്യം തന്നെയാണ് പറയുന്നത്. അവിടെ എത്തിയിട്ടാണ് പറഞ്ഞതിലോ. ശരിക്കും എന്താണെന്ന് വെച്ചാൽ ദേവഗുരുവായ ബൃഹസ്പതിയുടെ ദാസിയായ ഒരു ദേവകന്യകയാണ് പുഞ്ചികസ്ഥലി എന്ന്. അവർ ഉദ്യാനത്തിൽ പൂവിർത്തുകൊണ്ട് നിൽക്കെ ദേവകുമാരന്മാർ ആ ഉദ്യാനത്തിൽ എത്തിച്ചേർന്നു. അവർ മതോന്മത്തരായിട്ട് ഇങ്ങനെ ലീലാവിനോദത്തിൽ മുഴുകിയിരിക്കുകയായിരുന്നു. ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന പുഞ്ചികസ്ഥലി വികാരവിവശയായി. തനിക്കും ഇതുപോലെ ഉല്ലസിച്ച് നടക്കുന്നതിനായി ഒരു കാമുകനില്ലല്ലോ എന്നൊക്കെ നനച്ച് മനസ്സോടെ പൂ പറിക്കാൻ നിർത്തി ആശ്രമത്തിലേക്ക് പോയി. അവൾ ചെന്ന് ബൃഹസ്പതി മഹർഷിയോട് കാമയാചന നടത്തി. അദ്ദേഹത്തിന് ഈ കൃത്യം സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. ദേവകുമാരന്മാരുടെ ലീലാവിലാസത്തിൽ ആകർഷനായി തീർന്ന നീ വാനര രൂപിയായി തീരട്ടെ എന്ന് ശപിച്ചു.
ആ കാലത്ത് നിനക്ക് കാമുക സംഗമത്താൽ ഒരു കുഞ്ഞ് ജനിക്കും. ശിവചൈതന്യമുള്ള ആ കുഞ്ഞ് പ്രശസ്തനായി തീരും. അതോടെ നിനക്ക് ശാപമോക്ഷം ലഭിക്കും. തുടർന്ന് പഴയ രൂപത്തിൽ ദേവലോകത്തേക്ക് തിരികെ വന്നു ചേരാമെന്ന് പറഞ്ഞു. അങ്ങനെ ആണ് അഞ്ജന എന്ന വാനര സ്ത്രീയായി തീർന്ന്. അഞ്ജന വനത്തിലെത്തി കേസരി എന്ന കാമുകനെ ലഭിക്കുകയും ഇഷ്ടം പോലെ ഉല്ലസിച്ച് നടക്കുകയും ചെയ്തു. അപ്പോഴൊന്നും ഇവർക്ക് ഒരു കുഞ്ഞും പിറന്നില്ല. ആ സമയത്താണ് ശിവപാർവതിമാർ വാനര രൂപത്തിൽ ആ വനത്തിൽ വന്നു ചേർന്നു. അവിടെ വെച്ച് പാർവതി ഗർഭിണിയായി. വാനര രൂപത്തിൽ ഗർഭിണിയായി പ്രസവിക്കാൻ വൈമനസ്യം പ്രകടിപ്പിച്ചപ്പോൾ മഹാദേവൻ വായു മുഖാന്തരം പാർവതിയുടെ ഗർഭത്തെ ആകർഷിച്ചെടുത്ത് അഞ്ജലിയുടെ ഉദരത്തിലാക്കി. ഈ വിവരം ബാലി മനസ്സിലാക്കി. അഞ്ജന പ്രസവിക്കുന്ന ഈ ശിശു ശിവശക്തിയുള്ളവനായിത്തീരുമെന്ന് അവൻ തൻ്റെ സ്ഥാനം അപഹരിക്കുമെന്നൊക്കെ വിചാരിച്ച് അഞ്ജനയുടെ ഗർഭത്തിൽ വളരുന്ന കുഞ്ഞിനെ നശിപ്പിക്കാനായിട്ട് പഞ്ചലോഹം ഉരുക്കി ഗർഭത്തിലൊഴിച്ചു. പ്രത്യേകിച്ച് അതുകൊണ്ടൊന്നും സംഭവിച്ചില്ല. പക്ഷേ എന്നുവെച്ചാൽ സംഹാരമൂർത്തിയുടെ അനുഗ്രഹത്താൽ അഞ്ജന പ്രസവിച്ചു. അവനാണ് ബലവാനായ ഹനുമാൻ. അഞ്ജന പ്രസവിച്ചതിനാണ് ആഞ്ജനേയൻ എന്ന് പറയുന്നത്. ആ ഗർഭത്തിലത് ഒഴിച്ച കാരണം അതിൻ്റെ ശക്തി കൂടി, അതായത് കാഠിന്യം കൂടി എന്നർത്ഥം. അതാണ് ഉപകാരം തന്നെ. എന്താ പറയുക, ഉപദ്രവം ചെയ്ത് ഉപകാരമായി എന്ന് പറഞ്ഞില്ലേ. ബാലിയെ ഉപദ്രവം ചെയ്തു, പക്ഷേ അത് ഹനുമാന് ഉപകാരമായി. അങ്ങനെയാണ് ഹനുമാൻ സ്വാമിയുടെ ജനനം. അപ്പോൾ എന്തായാലും നമ്മൾ അത് കണ്ടു കേട്ടു. ഇനി നമ്മൾ തൊഴുത് രാധാകൃഷ്ണ വിഗ്രഹവും അതേപോലെ കാളിയമർദ്ദന രൂപവും അതേപോലെ തന്നെ വെണ്ണക്കണ്ണനെയൊക്കെ കണ്ട് ഓവിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കാം. അവിടുന്ന് പടിഞ്ഞാറ് ഭാഗത്തേക്ക് ഇങ്ങനെ വരുമ്പോൾ ആ ഒരു ചുമരിനുള്ള താമരക്കണ്ണനെ, കൽപ്പവൃക്ഷത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന താമരക്കണ്ണനെ കണ്ട് തൊഴാം. പിന്നീട് നേരെ ആ കിഴക്ക് വശത്തേക്ക് ഇങ്ങനെ വരുമ്പോൾ ഗ്രില്ലിന് അപ്പുറത്തുള്ള മണിക്കിണർ നോക്കി തൊഴുക. അതിൻ്റെ അപ്പുറത്ത് തന്നെ നൃത്തറയിൽ ഉണ്ണിക്കണ്ണൻ്റെ കിടാവിളക്ക് കാണാം. അപ്പോൾ ഉണ്ണിക്കണ്ണൻ അവിടെ ഉണ്ട്, നൃത്തം ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ മനസ്സിൽ നിരൂപിക്കുക. അങ്ങനെ അവിടെ തൊഴുത് വരിക. പിന്നീട് കുറൂരമ്മേനെയും നാരദരെയൊക്കെ കണ്ട് വടക്കേ നടയിൽ കൂടെ പുറത്ത് വന്ന് നേരെ നമ്മൾ വന്ന് പ്രസാദ കൗണ്ടറിൽ നിന്ന് ചന്ദനവും തീർത്തൊക്കെ വാങ്ങാം. പിന്നെ നേരെ വരിക. അങ്ങനെ വന്ന് എടത്തരകത്തുകാവിലെ ഭഗവതീനെ കാണാനായിട്ട് വരിക. ഭഗവതിയുടെ അവിടെ വരുമ്പോൾ കുറച്ച് തിരക്കുണ്ട് കേട്ടോ. അവിടെ വന്ന് ഭഗവതിയെ കണ്ട് തൊഴുക. ഇന്നും ഗോളകയാണ് ഇറക്കിയിട്ടുള്ളത്. അതേമാതിരി ധാരാളം തെച്ചിപ്പൂകളുണ്ട്, അർച്ചനപ്പൂക്കളും ധാരാളമായിട്ടുണ്ട്. മാല, വലിയൊരു മാല അതിൻ്റെ മുകളിൽ ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട്. അപ്പോൾ അമ്മേനെ കണ്ട് പ്രാർത്ഥിക്കുക കേട്ടോ. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ. അങ്ങനെ നമ്മെ കണ്ട് തൊഴുത് വരുമ്പോൾ ആ കോർണറിലെത്തിയാൽ നേരെ തിരിഞ്ഞ് നിന്ന് മമ്മിയൂരപ്പനെ മനസ്സിൽ വിചാരിക്കുക. എന്നിട്ട് നമശിവായ 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 എന്ന് ഉള്ള ആ പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക. അപ്പോൾ മമ്മിയൂർ പോയിട്ടുള്ള ആ ഒരു ദർശനം കിട്ടിയ പോലെയാവും. അതിനുശേഷം നമ്മൾ ആ കൊടിമരത്തിൻ്റെ അവിടേക്ക് വരിക. വീണ്ടും ആ ഉണ്ണിക്കണ്ണനെ കാണാനായിട്ട് ഒന്നുകൂടി ആ ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കുക. അങ്ങനെ അവിടുന്ന് അത് കണ്ട് അവിടുന്ന് നമസ്കരിച്ച് പിന്നെ നമ്മൾ നേരെ കൂത്തമ്പലത്തിലേക്ക് വരിക. കൂത്തമ്പലത്തിൻ്റെ അവിടെയും വന്ന് തൊഴുത് നമസ്കരിക്കുക. അയ്യപ്പസ്വാമിയുടെ അവിടെ വരിക. അയ്യപ്പസ്വാമിയെ കണ്ട് തൊഴുക. അവിടെ അതാ കിരീടമൊക്കെ വെച്ചു. അങ്ങനെ ചന്ദന ചാർത്ത് ഇങ്ങനെ ആയി വരണു. കുറച്ചിങ്ങനെ എന്താ വെച്ചാൽ ഇപ്പോൾ വൈകുന്നേരത്തെ മഞ്ഞ് കൊള്ളൽ കൊണ്ടാകുന്നുണ്ട് സൗണ്ട് ഇങ്ങനെ ഇതായി വരണം. അങ്ങനെ അവിടെ വന്ന് പ്രാർത്ഥിക്കുക. അയ്യപ്പസ്വാമിയെ കണ്ട് പ്രാർത്ഥിക്കുക. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തേ സ്തുഭ്യം നമോ നമ. അതിനുശേഷം അവിടുന്ന് പ്രദക്ഷിണം ചെയ്ത് പടിഞ്ഞാറ നടയിൽ വന്ന് ദീപസ്തംഭത്തിലെ വേണുഗോപാലിനെയും കണ്ട് അതേപോലെ കൊടിമരത്തിൻ്റെ മുകളിലുള്ള ഗരുഡധ്വജനെയും കണ്ട് തൊഴുത് പടിഞ്ഞാറ് നടയിൽ കൂടെ പുറത്തേക്ക് വരിക. അങ്ങനെ വന്ന് നമ്മൾ രുദ്രതീർത്ഥത്തെ പ്രദക്ഷിണം ചെയ്യാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ വരുമ്പോൾ നമുക്ക് ആ നടുവിലുള്ള കാളിയമർദ്ദന രൂപം ആയ കണ്ണനെ കാണാം. അങ്ങനെ കണ്ട് അന്നലക്ഷ്മി ഹാളിൻ്റെ അധീനം അങ്ങനെ വരുമ്പോൾ നാരായണാലയത്തിലേക്ക് വരിക. അവിടെ വന്ന് പ്രാർത്ഥന ചെല്ലുന്ന ധാരാളം ഭക്തരെ കാണാം. അതേപോലെ തന്നെ അവിടെ നിന്ന് തൊഴുത് ആ പൂന്താനം പൂജിച്ചിരുന്ന വിഗ്രഹമൊക്കെ തൊഴുത് വരാം. അങ്ങനെ വന്ന് വീണ്ടും നമ്മൾ ഭഗവതി നടയിലെത്തി അവിടെ നിന്ന് ഒന്നുകൂടി തൊഴുത്
ആ വലിയ ദീപസ്തംഭത്തിൻ്റെ അവിടെ എത്തി കിഴക്കേ നടയിലുള്ള അവിടെ വന്നിട്ട് നമ്മൾ ആ ഗോവർദ്ധനഗിരിധാരീനെ ഒന്നുകൂടി കാണാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ആ വെളിച്ചം അങ്ങനെ കാണും, ശ്രീകോവിലിൻ്റെ വെളിച്ചം. അത് കണ്ട് തൊഴുത് പിന്നീട് നമ്മൾ നേരെ തെക്കേ നടയിലേക്ക് അവിടെ വന്ന കൂവളത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ പ്രദക്ഷിണം ചെയ്യുമ്പോൾ മഹാദേവനും പാർവതി ദേവീനെയൊക്കെ കാണുക, മനസ്സിൽ വിചാരിക്കുക, പ്രാർത്ഥിക്കുക. അപ്പോൾ ആ ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കണ്ടു തൊഴുതു. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. ഇനി നമുക്ക് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളോട് എല്ലാവരോടും കൂടി പ്രാർത്ഥിക്കാൻ പറഞ്ഞിരിക്കുന്നത് ഇന്ദിരാ രോഹിണി അവർക്ക് നടക്കാറാവണം എന്നാണ്, ആരോഗ്യസ്ഥിതി മെച്ചപ്പെടണം എന്നാണ്. അതേപോലെ ഷീല ചതയം തലചുറ്റലൊക്കെ മാറണം, വലിയ കുറേ കാലമായിട്ട് ബുദ്ധിമുട്ടാണെന്ന്. ഓമന അരവിന്ദൻ്റെ മകളും കുടുംബവും UK നിന്ന് യാത്രയാണ്, യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ എത്തിച്ചേരാൻ വേണ്ടി പ്രാർത്ഥിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സിന്ധു പ്രകാശിൻ്റെ മോന് ജോലി ലഭിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ മല്ലികയുടെ മകന് ജോലി ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവർ രണ്ടുപേരും ശരിക്കും എനിക്ക് തോന്നുന്നത് ഒരു പ്രാർത്ഥനയും കൂടി, അതായത് അഹസ് വഴിപാട് ചെയ്യാമെന്ന് പ്രാർത്ഥിച്ചോളും. എന്നാൽ പിന്നെ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ വന്ന് ചെയ്താൽ മതി. അതേപോലെ അനിത അശ്വതിക്ക് രോഗശമനത്തിന് വേണ്ടിയിട്ടാണ്. സജീവ് ഉത്രാടം അസുഖം മാറാൻ വേണ്ടിയിട്ടാണ്. സജീഷ് കേട്ടോ, ഉത്രാടം അസുഖം മാറാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയും ആളുകളെയാണ് പറയേണ്ടത്. ബാക്കി നമ്മളെല്ലാവരെയും ആഗ്രഹങ്ങളിലൊക്കെ സഫലീകരണത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൂടെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക കേട്ടോ. നാരായണീയത്തിലെ ഇനി 8ാമത്തെ ശ്ലോകം കേട്ടോ, 1ാമത്തെ ദശകത്തിലെ 8ാമത്തെ ശ്ലോകം. നമ്രാണാം സന്നിധൽസേ സതതമപി പുരസ്തൈരനഭ്യർത്ഥിതാനഭ്യർത്ഥാൻ കാമാനജസ്രം വിതരസി പരമാനന്ദസാന്ദ്രാം ഗതിം ച ഇത്തം നിശ്ശേഷലഭ്യോ നിരവധി കഫല പാരിജാതോ ഹരേ ത്വം ക്ഷുദ്രം തം ചക്രവാടി ദ്രുമമഭിലഷതി വ്യർത്ഥമർത്തിവ്രജോയം. നമ്രാണാം പുര സതതം അഭിസന്നിധസ്സേ എന്നുള്ളതിൻ്റെ അങ്ങയെ നമസ്കരിക്കുന്നവരുടെ മുന്നിൽ അങ്ങ് എപ്പോഴും സന്നിധാനം ചെയ്യുന്നു. തൈ അനഭ്യർത്ഥിതാൻ അഭി അർത്ഥാൻ കാമാൻ, ആ നമ്രന്മാർ ആവശ്യപ്പെടാത്ത കാര്യങ്ങളും അവരുടെ അഭീഷ്ടങ്ങളും പരമാനന്ദ സാന്ദ്രാം ഗതിം ച, മാത്രമല്ല പരമാനന്ദം ഒറ്റിയ ഗതിയെയും മോക്ഷത്തെയും അജസ്രം വിതരസി, എപ്പോഴും ഏത് കാലദേശാവസ്ഥകളിലും അവിടുന്ന് നൽകുന്നു. ഇത്തം ഹരേ, ഇത്തം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇതെല്ലാം ചെയ്യുന്നുണ്ട്. ഹരേ ത്വം ശ്രീ മഹാവിഷ്ണു അവിടുന്ന് നിശേഷലഭ്യ നിരവധി കഫല പാരിജാത, ഏവർക്കും ലഭ്യവും അവധിയില്ലാത്തത്ര ഫലമുള്ളതും ആയ സാക്ഷാൽ കൽപ്പകവൃക്ഷമാകുന്നു. അയം അർത്തിവ്രജ, അപ്പോൾ ആവശ്യക്കാർ. ക്ഷുദ്രം തം ചക്രവാടി ധ്രുവം, ഇന്ദ്രൻ്റെ തോട്ടത്തിലെ ആ ക്ഷുദ്രമായ മരത്തെ. അഭിലഷതി വ്യർത്ഥം, കൽപ്പകവൃക്ഷത്തെ ആഗ്രഹിക്കുന്നത് വെറുതെയാണ്. അലയോ ഹരേ, ജീവസമൂഹങ്ങൾക്ക് സുഗ്രഹനും മോക്ഷദായകനും ആകുന്ന അങ്ങാകുന്നു പാരിജാതം. നമസ്കാരം മാത്രം ചെയ്യുന്ന ഭക്തന്മാരുടെ മുൻപിൽ പോലും പ്രത്യക്ഷനാവുകയും അവർ അപേക്ഷിക്കാതെ തന്നെ വരദാനം ചെയ്യുകയും ചെയ്യുന്നു. മാത്രമല്ല പരമാനന്ദ സാന്ദ്രമായിരിക്കുന്ന സായോജ്യമുക്തിയെയും ദാനം ചെയ്യുന്നു. ഇപ്രകാരം എണ്ണമറ്റ ഫലങ്ങൾ നിറഞ്ഞ അങ്ങാകുന്ന പാരിജാതം പ്രത്യക്ഷമായിരിക്കുമ്പോൾ അർത്ഥകാമന്മാരായ ജനങ്ങൾ യാഗാദി കർമാനുഷ്ഠാനങ്ങൾ കൊണ്ട് ഇന്ദ്രാദി ദേവകളെ പ്രീതിപ്പെടുത്തി ഇന്ദ്രൻ്റെ പൂന്തോപ്പിൽ പാരിജാതം എന്ന പേരോടുകൂടി നിൽക്കുന്ന വെറും ഒരു വൃക്ഷത്തെ ബഹുപ്രയാസം ചെയ്തും പ്രാപിക്കാനായി ആഗ്രഹിക്കുന്നു എന്നാണ്. അപ്പോൾ എല്ലാറ്റിനും ഉപരിയായിട്ട് നമുക്ക് ഗുരുവായൂരപ്പൻ്റെ ആ ചരണാരവിന്ദങ്ങളിൽ എത്തി പ്രാർത്ഥിച്ചാൽ മാത്രം മതിയെന്ന്. അതും കലിയുഗത്തിൽ ഗുരുവായൂരപ്പൻ്റെ നാരായണ എന്നുള്ള നമ്മൾ അജാമിള മോക്ഷം പറഞ്ഞ മാതിരി കേട്ട പോലെ തന്നെ ആ നാരായണ എന്നുള്ളൊരു വാക്ക് ആ ഭക്തിയോട് കൂടി ജപിച്ചാൽ, അല്ലെങ്കിൽ വിളിപ്പുറത്തെത്തുന്ന ആ ഒരു
ഗുരുവായൂരപ്പ ചൈതന്യത്തെ നമുക്ക് നമ്മളിലേക്ക് എത്താനായിട്ട് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കട്ടെ. കൃഷ്ണായ ഗോവിന്ദായ ഗോപീജനവല്ലഭായ പരായ പരംപുരുഷായ പരമാത്മനെ പരകർമ്മമന്ത്രയന്ത്രതന്ത്ര ഔഷധാസ്ത്രശസ്ത്രാണി സംഹര സംഹര മൃത്യോർമോചയ. ഓം നമോ ഭഗവതേ മഹാസുദർശനായ ദീപത്രജ്വാലപരീതായ സർവദിക്ഷോഭണകരായ ബ്രഹ്മണേ പരം ജ്യോതിസേ ഹും ഫട് സ്വാഹ. കൃഷ്ണ ഗുരുവായൂരപ്പാ ശരണം.